ഫോട്ടോ വീഡിയോ അനൗഡ് ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയാല് ഡോറയുടെ പിക്നിക്ക് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ചു. ഇപ്പോൾ നമ്മളെല്ലാം ഒന്നിച്ച് ഒരു കുട കീഴിൽ വന്നിരിക്കുകയാണ്. ആയതിൽ ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അർത്ഥം തരണം. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. രാവിലെ നടന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് അവലോകനിച്ചില്ല. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയൊന്ന് നോക്കിയേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു.
ഭാഗമാണിത്. മ്യൂസിയം വിസിറ്റ് ആയിരുന്നു, അത് കഴിഞ്ഞു. രണ്ടാമത്തെ നമ്മുടെ ബോട്ടിംഗ് ആണ്. ബോട്ടിങ് നമുക്ക് അഡ്വേഴ്സായിട്ട് മഴയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ബോട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരു കരകളിലേക്കും എല്ലാവരും ശ്രദ്ധിക്കുക, കാഴ്ചകളൊക്കെ കാണുകയാണ്. ഇതെല്ലാം ഒറ്റ ഗ്രൂപ്പ്, ഈ ഭാഗം എല്ലാം ഒറ്റ ഗ്രൂപ്പ്. നിങ്ങൾക്ക് മലയാളം പാട്ട് ഏത് വേണമെങ്കിൽ പാടാം, ക്രിസ്ത്യൻ സോങ്സ് പാടാം, അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങൾ പാടാം. അതിൻ്റെ രീതി എന്ന് പറയുന്നത് തുടങ്ങുന്ന പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ ഫുള്ളായിട്ട് പാടണം. പാടിക്കഴിയുമ്പോൾ ലാസ്റ്റ് വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് അടുത്ത പാട്ട് അടുത്ത ഗ്രൂപ്പ് പാടണം. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തിൽ ചൊല്ലിയിടണം മെച്ച. ചന്ദ്രലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നൻ ജീവരാഗം. ഓക്കെ, ഇലലിയുന്നൻ മേളം, നിൻചിരിയിലലിയുന്നൻ ജീവര മൈനേ വരൂ, മധുരം നുള്ളി തരൂ, നിന്നരുമപ്പൂവാടിയിൽ നീ തേടുവതാരോ ആരോ, മാനസമൈനേ വരൂ, മധുരം നുള്ളി തരൂ. തരൂ. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ താണിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലി കുരുവി, ഇണയെവിടെ തുണയെവിടെ, ഇണയെവിടെ തുണയെവിടെ, മഞ്ചാടി ഞാൻ ശുദ്ധനായി തീർന്നു കഞ്ചങ്കിലെ വന്ദനമേശുപര, നിനക്കെന്നും വന്ദനമേശുപര, വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തി നാമത്തിനാദരവായി, വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തി നാമത്തിനാദരവായി. നാടുണ്ട് മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയെ, നീ മധു പകരൂ, മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയെ. നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ സുപര, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്റെ സുപര. എൻ സഹായം വാനം ഭൂവിൽ അഖിലം വാഴും യഹോവയിൽ. യഹോവ
ജീവിക്കുന്നു, പല ലോകത്തിൽ ജീവിക്കുന്നു. ഇനി കന്മത്തിൽ ഇനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ ഡയറക്ടറി 10ാം വർഷത്തോട് ചേർന്ന ഡയറക്ടറി നമ്മൾ ഇറക്കാൻ പോകുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അതിനകത്ത് ചില പേജസ് സ്പോൺസർ ചെയ്ത ആൾക്കാരുണ്ട്, ചില ഫോട്ടോസ് കൊടുക്കാനുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു അവസരമാണ്. ഫോട്ടോ കുറച്ചുപേരെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ സ്പോൺസർഷിപ്പ് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ഷീല പോളിൻ്റെ കയ്യിൽ അത് ഏൽപ്പിക്കാവുന്നതും ആണ്. റിസീപ്റ്റ്സ് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ. കാ കൂട്ടി ഒരു പാട്ട് ഇത്ര നാളായിട്ട് നിങ്ങൾ ഇത്രയും പാട്ടുകളൊക്കെ പാടിയിട്ടില്ലേ? കാ കൂട്ടി എത്ര പാട്ടുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അമ്മയും അപ്പനും ഒക്കെ? കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. 1000 കണ്ണുമായി 1000 ഞാനിത് പിടിച്ചു കേട്ടോ. മുന്നോട്ട് വരിക. 2 ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തർ 2 പേരും വരും. ആ ഗ്രൂപ്പിൽ നിന്നും വരണം. 2 പേരും കൂടെ വാങ്ങിക്കുക. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക. ഇവിടെ ഇതിനകത്ത്. ഓക്കെ. മീൻകറിയോട് കൂടിയ ഒരു വെജിറ്റേറിയൻ ചാപ്പാടിന് ശേഷം ഉറക്കത്തിന്റെ ആലസ്യത്തിലേക്ക് നീങ്ങുന്ന നിങ്ങളിൽ നിന്നും ഒരാളെ ഇന്നത്തെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചെറിയ ശ്രമത്തിലാണ് നമ്മുടെ ദോഹ ഓർത്തഡോക്സ് റിട്ടേണീസ് അസോസിയേഷൻ അല്ലെങ്കിൽ ദോഹ. ഏകദേശം 55 പേര് പങ്കെടുത്തിരിക്കുന്ന ഈ മത്സരത്തിൽ നിന്നും നിങ്ങളുടെ ആരായിരിക്കും ഇന്നത്തെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഇന്നത്തെ ഭാഗ്യവതി എന്ന് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹൗസ് കളിക്കാൻ പോവാണ്. ഓരോ ടിക്കറ്റ് എല്ലാവർക്കും ഡോറയുടെ വകയായിട്ട് സൗജന്യമായിട്ട് നൽകുന്നു. രൂപ നിങ്ങൾ കൊടുക്കണം. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ടിക്കറ്റ് കൊടുക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഭക്ഷണം കഴിച്ച് സുഖമായിട്ടിരിക്കുവാണല്ലോ. നമുക്ക് ഇന്നത്തെ ഒരു ലക്കി മാൻ, ഒരു ലക്കി ലേഡിയിൽ നിന്ന് എടുക്കണം. അപ്പൊ അതിന് നമ്മൾ 30 ഫാമിലീസ് ആണ്, 55 മെമ്പേഴ്സ് ഉണ്ട്. നമുക്ക് 30 ഫാമിലീസ് ആണുള്ളത്. 30 ഫാമിലി എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ദ ഫാമിലിയുടെയാണ് പറഞ്ഞത്. അപ്പം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് 55 ആണ്. അപ്പം ഞാൻ 30 പേരുടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഹൗസിയുടെ നമ്പർ അല്ല, ഇന്നത്തെ ലക്കി മാൻ ലക്കി ഡ്രോ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഒരു ടിക്കറ്റ് ഫ്രീ ആണ്. രണ്ടാമത് ഒരു ടിക്കറ്റ് വേണമെങ്കിൽ മാത്രം 10 രൂപ കൊടുത്താൽ മതി. എടുത്ത നമ്പർ 24 ആണ്. 24 മിസ്റ്റർ രാജു കെ. ഇന്നത്തെ ലക്കി മാൻ, ഇന്നത്തെ ആദ്യത്തെ ഭാഗ്യവാൻ ശ്രീ രാജു കെ ആണ്. അദ്ദേഹം മുമ്പോട്ട് വന്ന് സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. ശ്രീ രാജു കെ, ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് തുടക്കമാണ്. ഇന്നത്തെ ഭാഗ്യവാൻ രാജു കെ 1, ഇനി 2, 3, 4ലേക്ക് വരികയാണ്. പക്ഷെങ്കിൽ ഏറ്റവും അധികം പ്രൈസ് കിട്ടാൻ പോകുന്നത് 4ാമത്തെ ആളിനും 5ാമത്തെ ആളിനും ഒക്കെ ആയിരിക്കും. ഇതാ നമ്മുടെ ട്രഷറർ ഒരു പ്രൈസ് കൊടുക്കുന്നു. എല്ലാവരും കയ്യിൽ നിന്ന് അടിച്ചാട്ട് ഭാഗ്യവാനെ. ഓക്കെ. ആദ്യത്തെ റൂള്, ഈ ഹൗസ് നടത്തുന്ന ആളിന്റെ തീരുമാനമായിരിക്കും അന്തിമം. ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഹൗസിംഗ് നടത്തുന്ന ആളിന്റെ തീരുമാനമായിരിക്കും.
രണ്ടാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു സമ്മാനമേ ഉള്ളൂ. നമുക്ക് ഹൗസിക്ക് 4 സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും, 3 പാർട്ട് ഹൗസും ഒരു ഫുൾ ഹൗസും. അപ്പം നിങ്ങൾക്ക് പാർട്ട് ഹൗസ് ആദ്യം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഹൗസിലേക്ക് ഓപ്റ്റ് ചെയ്ത് പോവാം. പക്ഷെങ്കിൽ പാർട്ട് ഹൗസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മത്സരിക്കാൻ അവകാശമില്ല. കാരണം ഒരാൾക്ക് ഒരു സമ്മാനമേ ഉള്ളൂ. വൺ ലിറ്റിൽ ഡക്ക് നമ്പർ 2. ഓ, അതിനോട് ചേർന്ന് തന്നെയുള്ള മറ്റൊരു നമ്പറാണ് 1 സ്കോർ, ദാറ്റ് ഈസ് 20. ഷേക്സ്പിയറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1 സ്കോർ. എല്ലാ ഓർത്തഡോക്സുകാരനും ഓർത്തിരിക്കുന്ന ഒരു നമ്പറാണ് 34-ലെ ഭരണഘടന എന്ന് പറയുന്നത്. അടുത്ത നമ്പർ 3 and 4, 34. Another very good number, straight on through 8 and 2, 82. ഇവിടെ somebody says is a Brighton line 5 and 9, 59. Calling another number 4 and 2, Winnie the Pooh 42. 4 and 2, 42. Very nice number. 5 and 1, 51. Our president said, give a big clap. 10 years before his age. Next age, 7 and 4, 74. Again another number, shine, rise and shine. 2 and 9, 29. ഇതുവരെ ഒരു നമ്പർ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെന്ന് കൈവക്കാം. ഒരു നമ്പർ കിട്ടിയിട്ടില്ല. ഒരുപാട് പേരുണ്ട്, അല്ലാതെ ഞാൻ സമ്മാനം തരാമായിരുന്നു. Another number 6 and 6, 66. Near to that number 7 and 6, 76. Last but one, 8 and 9, 89. Very near to that, 2 fat ladies, 8 and 8, 88. Here somebody says 4 and 1, 41. Time for fun. 4 and 1. Okay. Top 9 പോയിരിക്കുകയാണ്. ടോപ്പ് ലൈനിൽ മിസ്റ്റർ CC അബ്രഹാമിനാണ് അടിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം. അച്ഛന് ടിക്കറ്റ് ഉണ്ട്. ഫുൾ ഹൗസിന് പോകുന്നോ അതോ ഇല്ലെങ്കിൽ ഒരു പ്രൈസ് കിട്ടും? ഒരു പ്രൈസ് കിട്ടും, അല്ല ബാക്കിയൊക്കെ കിട്ടും. അബ്രഹാം ജോർജ് ടോപ്പ് ലൈൻ. അദ്ദേഹം അടിച്ചോ? എന്നാ പോരട്ടെ. അവിടെ 2 സമ്മാനം അല്ലെങ്കിൽ 2 ഭാഗ്യവാനോ ഭാഗ്യവതിയോ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ടോപ്പ് ലൈൻ ആൻഡ് ദ ബോട്ടം ലൈൻ. ഇനിയും ശേഷിക്കുന്നത് മിഡിൽ ലൈനാണ്. കിട്ടുന്നില്ലെങ്കിൽ ആരും നിരാശപ്പെടരുത്, ഫുൾ ഹൗസ് ഉണ്ടാവും. അപ്പോൾ മിഡിൽ ലൈനിന് വേണ്ടിയിട്ട് ഞാൻ വിളിക്കുകയാണ്. മിഡിൽ ലൈൻ നമ്പർ 3, 6 and 2, 62. അതെ അടിച്ചു, അതെ 2 അടിച്ചു. വാ, 2 പേരുണ്ട്. അപ്പം നറുക്കിട്ടെടുക്കുന്നതായിരിക്കും സമ്മാനം ഉണ്ടാകും. അവർ 2 പേരെയും കൂടെ ഓരോന്ന് എടുത്തിട്ട് കുറഞ്ഞ നമ്പർ എടുക്കുന്നവർക്ക് പ്രൈസ്. ഓക്കെ, എന്താ അവരെ 2 പേരെയും വിളിക്കുക. ആരൊക്കെയാ? മോളി വരാമെങ്കിൽ ഇവിടെ 2 പേരും ഇപ്പൊ തന്നെ എടുത്തോ. ഒരെണ്ണം എടുക്കണേ, ഇഷ്ടമുള്ളത്, മോക്ക് ഇഷ്ടമുള്ളത് എടുത്തു കേട്ടോ. സാറേ വായിച്ചു, പുറകെ പേരുണ്ട്. അപ്പോൾ അങ്ങനെ ടോപ്പ് ഹൗസും മിഡിൽ ഹൗസും ബോട്ടം ഹൗസും പോയി. അവർക്ക് ആശംസകളുണ്ട്. കിട്ടാത്തവർ നിരാശപ്പെടേണ്ട. അടുത്ത സമ്മാനം നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടാൻ പോകുന്നത്. ഫുൾ ഹൗസ്. ഗോയിങ് ടു കോൾ ഫോർ ദ ഫുൾ ഹൗസ്. വലിയ സമ്മാനം 7 and 1, 71. അടിച്ചോ? വാ 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 വാ. 7 and 1. ഇന്നത്തെ ഭാഗ്യവാന്റെ പേര് നോക്കട്ടെ. ആൻഡ് ലാസ്റ്റ് നമ്പർ ഈസ് 66. ഓക്കെ, കൈയടിക്കാം. പേരും പറഞ്ഞു. ആരും ടിക്കറ്റ് കളയരുത്, ദയവേത് ആരും ടിക്കറ്റ് കളയരുത്. ചിലർക്ക് പലർക്കും നിരാശ വന്നു കാണും. അവസാനത്തെ ഒരു നമ്പറോടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അടിക്കുമായിരുന്നെന്നും പറഞ്ഞ്. പക്ഷെ നിങ്ങളെ നിരാശപ്പെടുത്തി വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വീണ്ടും വിളിക്കുകയാണ്. അടുത്ത നമ്പർ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുൾ ഹൗസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺസലേഷൻ പ്രൈസ് കിട്ടും. 6 and 0, 60.
6 and 0, 16. Anybody for the full house? ഉണ്ടോ? ഫുൾ ഹൗസ് 60 അല്ല ലാസ്റ്റ് നമ്പർ. പരിപാടികളുണ്ട്. 79, 80, 18. എല്ലാവരുടെയും അറിവിലേക്കാണ് സച്ചിനാണ് കൺസോലേഷൻ പ്രൈസിന് അർഹനായിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു സമ്മാനം ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഹലോ, നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഉള്ള യോഗയുടെ കണ്ണിൻ്റെ എല്ലാവരും കണ്ണാടി റിലാക്സ് ചെയ്ത് മനസ്സിലും ശരീരത്തിലിരിക്കുന്ന ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ലൊരു ചിന്തയിലൂടെ. So first, eyes relax here. First, continuous blinking for 5 seconds. Next, open your eyes wide open and tight it and close it very tightly. So it's Wide like this. open and close it. Not side alla, wide. Open widely, then close it. So the next one is you have to look up and down 5 times. 5 times. So the next one is you have to look left and right without moving your neck. Next one is you have to move your eyes in clockwise, which is up, right, down and left. Now anti-clockwise, which is up, left, down and right. Now we have to focus our eyes. So keep your thumb in front of you. Focus on the thumb. Move it forward. Just focus on the thumb. Do not look at anywhere else. Yes, only the nail. That's it for today, and rub your hands very nicely. It should get heated and keep it on your eyes so that your eyes get relaxed. ചോദിക്കട്ടെ, ഒരു മലയാള അക്ഷരത്തിന്റെ കൂടെ പകുതിയും കൂടി ചേർന്നാൽ ഒരു ജീവിയുടെ പേരാണ്. പറഞ്ഞു. കറക്റ്റ്. അരുണ എന്നാണ് ആൻസർ. ഒരക്ഷരം ന, അതിന്റെ കൂടെ പകുതി എന്ന് വെച്ചാൽ അരണ. കൊടുത്തോ സെക്രട്ടറി? കൊടുത്തോ കൊണ്ട് What is the laughing alphabet? വിളിച്ചോ, പറഞ്ഞോ. E. Correct. Laughing alphabet. എല്ലാവരും E എന്ന് പറഞ്ഞേ. കൈയടിക്കോ? If I have it, I don't share it. If I share it, I don't have it. What is it? Correct. Yes, right. Secret. What do you call the mother-in-law of your sister's husband? Mother, correct. What is half of 2 plus 1? മോള് പറഞ്ഞോ? But which 5-letter word becomes shorter when you add 2 letters to it? Short, correct. ഒരു ഫിഷ് ടാങ്കിൽ കുറെ ഫിഷ് ഉണ്ട്. അതിലൊരു ഫിഷ് ചത്തുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ടാങ്ക് നിറയെ വെള്ളമായി. എങ്ങനെയാണ് ആ ടാങ്ക് നിറയെ വെള്ളമായത്? വെള്ളത്തിന്റെ ഇത് ഉയർന്നു, ലെവൽ ഉയർന്നു. കറക്റ്റ്. ഒരു ഫിഷ് ചത്തുപോയപ്പോഴ് ബാക്കി ഫിഷ് എല്ലാം കരഞ്ഞപ്പോ വെള്ളത്തിന്റെ ലെവൽ ഉയർന്നു. ഇംഗ്ലീഷിലെ 2 അക്ഷരങ്ങളിലെ 2 ആൽഫബറ്റ്സ്, അത് നടുക്ക് 11 എഴുതുമ്പോൾ ഒരു 4 ലെറ്റർ വേർഡ് കിട്ടും, ഇംഗ്ലീഷ് വേർഡ് കിട്ടും. വാട്ട് ഈസ് ദാറ്റ് വേർഡ്? No, that word I want. No, I want that word. 2 alphabets ആണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഇൻ ബിറ്റ്വീനിൽ 11 നമ്മൾ വെക്കുവാണെങ്കിൽ എഴുതുവാണെങ്കിൽ ഒരു 4 ലെറ്റർ ഇംഗ്ലീഷ് വേർഡ് കിട്ടും. വാട്ട് ഈസ് ദാറ്റ് ഇംഗ്ലീഷ് വേർഡ്? എക്സിറ്റ്. ഇ ടി ആണ് 2 വേർഡ്. നടുക്ക് നമ്മൾ റോമൻ 11 അല്ലേ എഴുതുന്നത്? റോമൻ 11. അപ്പൊ നമുക്ക് എക്സിറ്റ്. നമ്മളൊരു ഭാഷ അത് ഇംഗ്ലീഷിൽ എഴുതിയാൽ നടുവിൽ അയലാന്ന് വരുന്ന ആ ഭാഷയാണ് ഒരു ഭാഷ, ഒരു ലാംഗ്വേജ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുകയാണ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ഉടനെ
നമുക്ക് അതിനകത്ത് അയല അയല എന്ന് കാണാം. ആ ഭാഷ ഏതാണ്? കറക്റ്റ് മലയാളം. MALAY അതിനകത്ത് നടുക്ക് അയല എന്നുണ്ട്. കടലിലെ ഒരു വസ്തുവും കരയിലെ ഒരു വൃക്ഷവും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം. കടലിലെ ഒരു വസ്തു, ഉപ്പുമാവ്. കറക്റ്റ്. What can you add to a bucket full of water to make it lighter? What can you add to a bucket full of water, make it lighter? Whole. Correct. Whole. ഔട്ട് ആവുന്നവർക്ക് പകരം 2 പേര് കയറി വരിക. അതാ മതി. അതേപോലെ ഇത് നല്ലൊരു ഗെയിം കളിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം എങ്ങനെയാ തുടക്കം എന്ന് പറഞ്ഞാല് ഈ ഇവിടെ അങ്ങ് വരുന്നില്ല. ഇവിടെ മാത്രമേ ഇവിടുന്ന് 2 പേര് അങ്ങ് പാട്ട് വെക്കും. പാട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ മാത്രമേ ഉള്ളൂ. ആരുടെ കയ്യിലാണോ ബോള് അവര് ഔട്ടാവും. 1-2 ചേറുകൂടി ഇടാൻ വേണേല്. അവര് ഔട്ടാവും. 2 ബോളുണ്ട്. ഇല്ല 2 അവിടെ ഒരു ചേറുകൂടി ഇട്ടേ. ചേറ് ചെയ്യാം. ഒന്ന് എണീക്കോ. ചേർ ഇച്ചിരി കൂടെ നടത്തി. മോളെ ഇച്ചിരി ഒന്ന് മാറി. ചേർ കൂട്ടാം. വേറെ 2 പേര് വന്നിരിക്കാം. രണ്ടുപേര് കയറി. രണ്ടുപേര്. അടുത്ത 2 പേര്. രണ്ടുപേരുടെ ഔട്ടാകാം. 2 പേര് കയറി വരാം. 2 പേര് മാറി. ഓക്കെ സ്റ്റാർട്ട്. രണ്ടുപേരെ ഔട്ട്. അടുത്ത 2 പേര് കയറിയത്. അടുത്ത 2 പേര്. വീടായിക്കോളാം. രണ്ടുപേരെ ഔട്ട്. രണ്ടുപേരെ ഔട്ട്. അടുത്ത 2 പേര്.
ഒരാളുടെ വേഗം പരീക്ഷിക്കുന്നു. രാജൻ ഒരാളുടെ വന്നു. ഓക്കെ സ്റ്റാർട്ട്. രണ്ടുപേരും മാറി, രണ്ട് കസേരയും മാറ്റി കഴിഞ്ഞ് ഇനി ആരെങ്കിലും ചേരുന്നുണ്ടോ? ആരാ ജയിക്കുന്നത് അറിയത്തില്ല. രണ്ടുപേരെ രണ്ടുപേർക്കും ഓക്കെ. മാത്രമേ രംഗത്ത് അവശേഷിക്കുന്നുള്ളൂ. ആരാണ് പ്രൈസ് അടിക്കുന്നതെന്ന് ഏതാനും നിമിഷങ്ങൾക്ക് നമുക്കറിയാം. പാട്ടുകൊള്ളാണ്. മറിക്കോ, ഒരാൾ മറിക്കോ. ഏതാനും നിമിഷങ്ങൾക്കാവും ഒന്നും രണ്ടും സമ്മാനം നേടുന്നതിന് കഴിയാൻ കഴിയും. ഒന്നുകൂടെ
ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൈ ഒന്നും രണ്ട് സമ്മാനങ്ങൾക്ക് വേണ്ടി വീണ്ടും ഒന്നും രണ്ട് മത്സ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടോ ഉള്ളൂ കൈയടിച്ച് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത മത്സരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരിക്കാരാണോ നേരണമാണോ എഴുത്തുമായാണോ എന്ന് അറിയുന്നില്ല. ഏതാനും നിമിഷങ്ങൾക്ക് അറിയാൻ പറ്റും. പറഞ്ഞോ. ഓക്കെ, ഒന്നും രണ്ട് കൊടുത്ത സമ്മാനം മേടിച്ചോ. അടുത്തതായി നമുക്ക് സ്നാക്സ് ആൻഡ് ഓക്കെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഞാൻ 1979 ഖത്തറിൽ വന്നു. അവിടുന്ന് ആദ്യം മിതാപ്പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് സെൻട്രൽ പള്ളി തുടങ്ങിയ സമയം മുതൽ 2001 വരെ അതിൻ്റെ മെമ്പറും അതിൽ ആക്റ്റീവായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2001 ഞാൻ അവിടുന്ന് പോയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബഹറിനിൽ പോയി. ബഹറിനിൽ പോയിട്ട് 23 വർഷം ബഹറിനിൽ, പിന്നെ 45 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈഫിന് സുഖമില്ലാതെ തിരികെ പോയിരുന്നു കഴിഞ്ഞ വർഷം. എന്നിട്ട് പുള്ളിക്കാരി ഇവിടെ വന്ന് ഒരു വർഷത്തിനകം മരിച്ചു. ലിവർ സിറോസിസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് 3 മക്കൾ. മൂത്ത 2 പേര് ഓസ്ട്രേലിയയിലും ഇളയ മകൾ അയർലൻഡിലും. ഞാൻ അവരുടെ ഇടയ്ക്കിലൊക്കെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂത്ത മോള് ആൻസി, അവള് പള്ളിയിലെ സൺഡേ സ്കൂളിലും കോയറിലൊക്കെ പാടുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. രണ്ടാമത്തെ അനിഷ, മൂന്നാമത്തെ അനിത. 3 പേരും പോകാൻ കഴിഞ്ഞു. 2 പേർക്ക് 2 മക്കളും, 3 പേർക്ക് 2 മക്കളും. മെമ്പറാണ്. 1992 വർഷപ്പെട്ടിട്ടാണ് മെമ്പർഷിപ്പ് എടുത്തത്. 2024 ഞാൻ മൂത്ത മോനും ഒരു മോളും കുഞ്ഞും പോകലുണ്ട്. മെമ്പറാണ്. നേരത്തെ ഇളയ മോന് ദുബായിൽ വർക്ക് ചെയ്യുന്നു. 2 മക്കളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. എൻ്റെ വൈഫ് പറഞ്ഞ് പലർക്കും എന്നെ അറിയാവുന്ന പേര് അലക്സ് ബെൻ. ജോസോറിയ സ്വന്തം നാടാണ് തുമ്പമൺ. 2015 തൊട്ട് 22 വരെ സൗകര്യമുണ്ടായിരുന്നു. അൽബലായിട്ടാണ് ജോലി ചെയ്തത്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഒരാളുടെ വിവാഹം കഴിഞ്ഞു. ഒരു കുടുംബമായിട്ട് കാനഡയിലാണ്. ഇളയ മോള് തിരുവനന്തപുരം ടെക്നോ പാർട്ടി ജോലി ചെയ്യുന്നു. നല്ലൊരു പാട്ടുകാരനാണ്. 2 പേര് പാടാം. മുമ്പേ പറഞ്ഞ എനിക്ക് തൊണ്ടയ്ക്ക് ഒരു ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ആശാപരാഗം പരന്നു ആവന്നരാഗം എന്റെ ജീവനി പുൽപടർന്നു കുഞ്ഞിന്റെ മണിനാടു കേട്ടു. അരുൺ റോസമ്മ അച്ചുമണി എന്ന മകനാണ്. അതുപോലെ തന്നെ സച്ചിൻ ഇവിടെ ബ്രദറിന്റെ മകനാണ്. അലക്സ് ഓ സോറി കേട്ടോ.
ഓക്കെ ഒത്തിരി താങ്ക്സ് ഇതിനോട് ജോയിൻ ചെയ്തിരുന്നത്. ഇനിയും ഡോറയുടെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് നാട്ടിലുള്ള സമയത്ത്. ഓക്കെ കൊച്ചുമക്കളാണ് കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളാണ് ഇത് നോക്കി രണ്ടുപേരുടെ പേരെന്ന് പറഞ്ഞവന് കേട്ടില്ല. വെരി ഗുഡ്. ഇത് രണ്ടുപേരും എൻ്റെ മോളുടെ മക്കളാണ്. മോളുടെ മോനോട് വരാനിരുന്ന ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ കുഞ്ഞിന് ജലദോഷവും പനിയും കൊണ്ടാണ് വരാനുള്ളത്. അടുത്ത പ്രാവശ്യം ഇത് അനുഭവിച്ചാൽ കാണാൻ സാധ്യത ഒരാസ്റ്റിലേക്ക് പോവാണ്. ഉണ്ടെങ്കിൽ വരും. ഇവരും അയർലൻഡിൽ എല്ലാവരും പേർക്കും 3 പേർക്കും താമസിക്കും. ഒരു കാര്യം കൂടെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. നമ്മളുടെ ഡയറക്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞല്ലോ. എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇവ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തില്ല എങ്കിൽ ദയവായിട്ട് എന്നെ വിളിക്കുക, അല്ലെങ്കിൽ എന്റെ നമ്പറുള്ളൂ, എന്നെ വിളിക്കുക, അല്ലെങ്കിൽ ജോർജ് തോമസിനെ വിളിക്കുക, അല്ലെങ്കിൽ സെക്രട്ടറിയെ വിളിക്കുക പ്ലീസ്. ഇത്രയും പേരുടെ അപ്ഡേറ്റ് 2 ദിവസത്തിനകം നടന്നിരിക്കണം. കാരണം മെയ് 31 മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സെപ്റ്റംബർ അവസാനത്തോടെ ബുക്ക് അടിച്ച് ഡയറക്ടറി അടിച്ച് പുറത്തു വരണം. എല്ലാവരുടെയും സഹകരണം ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചാൽ മാത്രമേ ഈ യജ്ഞം നമുക്ക് അവസാനിപ്പിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് യോജിച്ച് കൈകോർത്ത് പിടിക്കുക പ്ലീസ്. നമ്മുടെ 10ാം വർഷം തെളിയുന്ന 10ാം വാർഷികത്തിൻ്റെ ഒരു ഉപഹാരമായിട്ട് നമ്മൾ മെമ്പേഴ്സിന് കൊടുക്കാനുള്ള ഒരു ഇതാണ്. എല്ലാവരും സഹകരിക്കും. ഞങ്ങളുടെ മകന്റെ മകളാണ് മൂത്ത മകന്റെ മകളാണ്. ലോകയിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. നമ്മുടെ പേര് മിഠ എന്ന പേര് മറിയം പറഞ്ഞു. നമ്മുടെ പേര് ശരിക്കും ഫസ്റ്റ് തന്നെ 3 ഇതുമായിട്ട് സഹായിച്ചു പോകുന്നുണ്ടും മിക്കവാറും എല്ലാ മീറ്റിങ്ങിനും വരുന്നുണ്ടും എല്ലാവർക്കും അറിയാം. ഞാനും വൈഫും അവിടെ വന്നിരിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ CB പാർക്കിന്റെ മാനേജർ ശ്രീ ജിനേഷ്. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ വിശദമായിട്ട് ജിനേഷ് നിങ്ങളോട് സംസാരിക്കാം. അപ്പം നമ്മുടെ രാവിലെ മുതൽ ഞാൻ കൂടെ ഉണ്ട്. ജസ്റ്റ് ഒന്നും കൂടി പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിനേഷ്. നമ്മുടെ ആലപ്പുഴയിലുള്ള അഡ്വഞ്ചർ പാർക്ക്, CB അഡ്വഞ്ചർ പാർക്ക് അവിടുത്തെ മാനേജറാണ്. വലിയ അഡ്വഞ്ചർ പാർക്കാണ്, ചെറിയ അഡ്വഞ്ചർ പാർക്ക്. അപ്പം ഇതുവരെ എല്ലാ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്നാക്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ പാർക്കിലോട്ടാണ്, അഡ്വഞ്ചർ പാർക്കിലോട്ട്. നമ്മുടെ ആക്ടിവിറ്റീസ് അഡ്വഞ്ചർ റൈഡ്സും വരുന്നുണ്ട്, വാട്ടർ റൈഡ്സും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് എല്ലാവരും ചെയ്യണം. ഇങ്ങനെ സിപ്പ് ലൈൻ, കേബിൾ കാർ, അതേപോലെ വോക്കേഴ്സ്, പെട്രോൾ ബോട്ടിങ്, കയാക്കിംഗ്, ടൂറിസം, അങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മളിതിൻ്റെ അടി നേരെ അങ്ങനെയാണ് പോകുന്നത്. അപ്പം പിള്ളേരാണെങ്കിലും ഫ്ലൈ ചെയ്യണം. നമുക്ക് അവർ ഓൾറെഡി റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് വലിയവരെല്ലാവരും പാർപ്പിക്കണം. ഇല്ല മോളെ പാർപ്പിക്കണ്ടേ? അപ്പോൾ അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ ഞാൻ പാർക്ക് ചെയ്തിട്ട് അതായത് നമ്മുടെ ആ വാർ തുടങ്ങിയ സമയത്ത് കേന്ദ്രങ്ങളുടെ ഉത്തരവുണ്ടായിരുന്ന എല്ലാ ലൈറ്റേഴ്സും പോസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ ആഴ്ച ഇത് തുറക്കില്ലാന്നുള്ള ഇന്ന് തുറക്കുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഇന്നും ഓർഡർ എത്തിയിട്ടില്ല. നമ്മുടെ ലൈറ്റേഴ്സ് ഓപ്പൺ അല്ല. ഇവിടെ നല്ല എവിടെയും ലൈറ്റേഴ്സ് ഓപ്പൺ അല്ല. കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം അടച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയ പ്രശ്നം മാത്രമാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. ഇപ്പം നമുക്ക് സ്നാക്സ് കഴിക്കാൻ പാർക്കിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. എന്നാൽ ഇതിനുവേണ്ടി നമ്മുടെ ഈ പിക്നിക്കിന് വേണ്ടിയിട്ട് തുടക്കം മുതൽ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച നമ്മുടെ
ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കുറച്ച് പേരുണ്ട്. അതുപോലെ തന്നെ അതിനൊരു പിക്നിക്കിന് കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 6 പേരുണ്ടായിരുന്നു. അവർ വളരെയധികം പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നു വളരെ ഭംഗിയായിട്ട് ഇതിന് കഴിഞ്ഞു. എല്ലാവരും ഹാപ്പിയാണെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ പലയിടത്തും പോയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു യുക്താക്കുന്നുകൊണ്ട് ഒരു സംഭവം കണ്ടുപിടിച്ച് അവിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ഇങ്ങനെ പല സ്ഥലങ്ങളും നോക്കിയതിന് ശേഷമാണ് ഇത് സെലക്ട് ചെയ്തത്. കാരണം നമ്മുടെ പ്രായവും ബുദ്ധിമുട്ടും ഒക്കെ നോക്കിയാണ് ഇവിടെ എടുത്തത്. മറ്റു പലർക്കും പോയാൽ പ്രായമുള്ളവർക്ക് അവിടെ മല കയറാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ പലരും സംസാരിച്ചതിന്റെ ബേസിസിലാണ് ഇത് ചൂസ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പിയാണെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അവരുടെ ഇതിനു വേണ്ടി പരിശ്രമിച്ച പിക്നിക് കമ്മിറ്റിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത ഇവിടുത്തെ നമ്മുടെ മാനേജ്മെന്റ് ഉണ്ട്, അവർ നമുക്ക് ചെയ്ത സഹായത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ബിങ്കോ നമുക്ക് ഇവിടെ നടത്തിയത് മിസ്റ്റർ തോമസ് ഫിലിപ്പാണ്, നമ്മുടെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തിനും ഈ ലോറയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിന് മാത്രമല്ല, പിക്നിക്കിന് മാത്രമല്ല, എപ്പോഴും നമ്മുടെ ലോറയുടെ എല്ലാ കാര്യത്തിനും രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഇതിന്റെ ഫുൾ ടൈം ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുന്ന നമ്മുടെ ജോർജ് തോമസ്, ഏറ്റവും പ്രിയങ്കരനായ ലോറയുടെ ഒരു വിലപ്പെട്ട മക്കളാണ്. അദ്ദേഹത്തിന് ഈ ലോറയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ട്രസ്റ്റി ഇതിന്റെ എല്ലാ ഫൈനാൻസ് കാര്യവും അദ്ദേഹം നോക്കുന്ന ഫൈനാൻസ് കിട്ടിയോ എന്നുള്ളതാണ്. ഫൈനാൻസിന്റെ കാര്യങ്ങൾ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അത് വളരെ കാര്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്ന നമ്മുടെ ട്രസ്റ്റിക്ക് ഈ ലോറയുടെ പേരിൽ നന്ദി രേഖപ്പെട്ടിരുന്നു. നമ്മുടെ പ്രസിഡന്റിനെ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യയോടുണ്ട്, എല്ലാത്തിനും കൂടെ നിന്ന് എല്ലാം നടക്കും, ഒന്നും പേടിക്കേണ്ട, കൂടെ ഉണ്ട് എന്ന് പറയുന്നത് എല്ലാ ലോറയുടെ കാര്യങ്ങൾക്കും മുമ്പിൽ നിന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്ന പ്രസിഡന്റിന് ഈ ലോറയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ജോലിക്കുട്ടിയും റോസമ്മയും ഈ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അവർക്കും പ്രത്യേകം അവർ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്നത്തെ ബസ് അമല ബസ് ട്രാവൽസിനോട് പറഞ്ഞപ്പം അവർ വളരെ സന്തോഷമായിട്ട് നിങ്ങളൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്, സ്പെഷ്യൽ റേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് വന്ന ഒരു ബസ്സാണ്. അദ്ദേഹം ഒരു ഓർത്തഡോക്സുകാരനാണ്. അദ്ദേഹത്തിന് പ്രത്യേകം അതിൻ്റെ ഓണറിനും അതുപോലെ തന്നെ ഡ്രൈവർക്കും കൂടെ വന്നവർക്കും ഈ ലോറയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തി. അതിന് ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് ജിനേഷാണ്, ഇതിൻ്റെ മാനേജർ. അദ്ദേഹത്തിനും പ്രത്യേകം ലോറയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുക. ഇനി എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് വന്ന് സംബന്ധിച്ച ഇത്രയും പേര് 61 പേരോളം ഉണ്ടായിരുന്നു. പല അസൗകര്യങ്ങളാൽ വരാൻ സാധിക്കാത്ത, പനി ആയിട്ടും അല്ലാതെ അസുഖമായിട്ടും വരാൻ സാധിക്കാത്തവരുണ്ട്. അതിന് ലാസ്റ്റ് നമ്മൾ 55 പേരായിട്ട് ചുരുങ്ങി. അത്രയും പേർ ഈ വന്നവർ ആളില്ലെങ്കിൽ പിന്നെ ഈ പിക്നിക്ക് നടക്കത്തില്ലായിരുന്നു. ദൈവത്തിന്റെ കൃപ 55 പേർ ഇതിനകത്ത് പങ്കെടുത്തു. അതിന് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം വന്ന എല്ലാവർക്കും ലോറയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇതിനു വേണ്ടിയിട്ട് അല്പമായോ അധികമായോ പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ടീം കേബിൾ കാർ, ഒരു ടീം ബോട്ടിങ്, ഒരു ടീം സിപ്പ് ലൈൻ, അങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. അതെങ്ങനെയാണെന്നുള്ള സാറൊന്ന്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അത് ബീച്ചാണ്. വേണമെങ്കിൽ ഇവിടെ പോയിരിക്കാം. പോയിരുന്നു കഴിഞ്ഞാലും കറക്റ്റ് 5:30 എല്ലാവരും ഇവിടെ കാണും. 5:30 ബസ് പുറപ്പെടും. CVU പാർക്കിലെ ഇവിടുത്തെ അഡ്വഞ്ചേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
you.